സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ സംരംഭക കൺവെൻഷൻ നടത്തി. സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ ഉദ്ഘാടനം ചെയ്തു. MD ബിനു ശിവദാസ് വാർഷിക റിപ്പോർട്ടും ഫിനാൻസ് ഡയറക്ടർ സുരേഷ് ബാബു ഫിനാൻസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാരായ 5 ജനപ്രതിനിധികൾക്ക് ആദരം നൽകി. സൗത്ത് വോയിസ് ലിമിറ്റഡ് സംരംഭക കൺവെൻഷൻ കൊല്ലത്ത് നടത്തി. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ഓപ്പറേറ്റർമാർ ആയ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ മൾട്ടി സർവീസ് പ്രൊവൈഡർ എന്ന രീതിയിൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ശരീരഭാഷയിലും ഒക്കെ ആ മാറ്റം നമ്മൾ പ്രകടമാക്കിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് വികസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? നമ്മുടെ നെറ്റ്വർക്കുകളുടെ സ്റ്റാൻഡേർഡ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കേബിൾ ഓപ്പറേറ്റർ, എൻ്റെ നെറ്റ്വർക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഞാനത് ഡെവലപ്പ് ചെയ്തിരിക്കാൻ വികസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പം മറ്റു കമ്പനികളുടെ, ഇപ്പം നമ്മളിപ്പം ജിയോയുടെ നമ്മൾ നോക്കുക, ജിയോയുടെ ഫൈബർ നമ്മൾ കാണുമ്പം ജിയോ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിലാണ് അവർ നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എയർടെൽ ആ സ്റ്റാൻഡേർഡിലാണ്. ഈവൻ പിന്നെ ACB പോലും ആ ഒരു സ്റ്റാൻഡേർഡിലാണ് അവരുടെ നെറ്റ്വർക്ക്. അപ്പം അത് നമ്മളും അങ്ങനെ പോയേ പറ്റുള്ളൂ. അവിടെ നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒന്നല്ല. കാരണം ഭാവിയിലേക്ക് നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? അപ്പം ആ മത്സരിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ മികച്ച സർവീസ്, ഇപ്പം നിരക്ക് കുറച്ചതുകൊണ്ട് മാത്രം നല്ല സർവീസായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് വലിയ നിരക്ക് കൂട്ടുക എന്നുള്ളതല്ല, ന്യായമായിട്ടുള്ള നിരക്ക് വാങ്ങുകയും മികച്ച സർവീസ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് കഴിയണം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ സ്റ്റാൻഡേർഡ്, ശരിക്കും പറഞ്ഞാൽ KCCL ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചാൽ, KVBL ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചാൽ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മളൊക്കെ മാറേണ്ടിയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ചില പരിമിതികളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ചില പരിമിതികൾ. ആ പരിമിതികളെ മറികടക്കാൻ നമ്മുടെ സംഘടനയ്ക്കും നമ്മുടെ കമ്പനികൾക്കും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സൗത്ത് വോയിസ് ചെയർമാൻ ബിനു P അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജ് ഗോപാൽ സ്വാഗതം പറഞ്ഞു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജ്യോതികുമാർ VS മുഖ്യ അതിഥിയായിരുന്നു. സൗത്ത് വോയിസ് MD ബിനു ശിവദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിനാൻസ് ഡയറക്ടർ സുരേഷ് ബാബു ഫിനാൻസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച COA അംഗങ്ങൾ സൗത്ത് സ്റ്റോർ ബെസ്റ്റ് പെർഫോമർ ഓപ്പറേറ്റർ ആൻഡ് സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്നിവർക്ക് ആദരവ് നൽകി. സൗത്ത് വോയിസ് ടെക്നിക്കൽ ഹെഡ് അഭിനന്ദ് ജയപ്രകാശ്, KCCL ഏരിയ എഞ്ചിനീയർ സജിലാൽ V എന്നിവർ സബ് ഡിസ്ട്രിബ്യൂട്ടർ ടെക്നിക്കൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച നടത്തി. മലബാർ ഇന്നവേഷൻ എന്റർപ്രണർഷിപ്പ് സോൺ മാനേജിംഗ് ഡയറക്ടർ സുഭാഷ് ബാബു K ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. COA ജില്ലാ സെക്രട്ടറി E നൌഷാദ പുതിയ ഡയറക്ടർ ബോർഡ് ഭാരവാഹികളെ സംബന്ധിച്ച് അവതരണം നടത്തി. COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ S, അനിൽകുമാർ K, സുരേഷ് S, മുരളീകൃഷ്ണൻ M, ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള G, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ T, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അമീർ ഖാൻ E, സുനിൽ C എന്നിവർ ആശംസകൾ നേർന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുര്യാക്കോസ് വൈദ്യർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.